ഒരു കെട്ടിടം, അതും ആകാശത്തോളം ഉറപ്പുമുള്ളതും ഉയരമുള്ളതും. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ക്രെയിനുമില്ല, മെഷീനുമില്ല. ഇന്നും ഭീകരമായി തോന്നിക്കുന്ന 10 ടൺ വരുന്ന കല്ലുകൾ കൊണ്ട് 4500 വർഷം മുൻപ് ആരാണിത് ഉണ്ടാക്കി വെച്ചത്? അതും കൃത്യമായി നോർത്തിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട്. സത്യത്തിൽ ഈ പിരമിഡുകൾ ഒരു കോഡാണ്, അല്ലെങ്കിൽ മനുഷ്യന് നൽകിയ ചലഞ്ചാണ്. അതെ, ഇതിൻ്റെയൊക്കെ ആൻസർ തേടി പോകുമ്പോഴാണ് കൺസ്പിറസി തിയറി എത്തുന്നത്. ചിലർ പറയുന്നു ഇത് മനുഷ്യന്മാർ നിർമ്മിച്ചതല്ല, അതിന് പിന്നിൽ ഏലിയൻസ് ഉണ്ടെന്നൊക്കെയാണ്. മറ്റു ചിലർ പറയുന്നത് ഈ ഇല്ലുമിനാറ്റി പോലുള്ള രഹസ്യ സംഘങ്ങൾ അവരവരുടെ ആൻഷ്യസ് നോളജ് യൂസ് ചെയ്തെന്നൊക്കെയാണ്. ഇപ്പമാർ ഈ അഡ്വാൻസ്ഡ് എനർജി സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഈ പിരമിഡുകളൊക്കെ എനർജി സെൻ്ററാക്കി മാറ്റിയെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിപ്പോഴും പ്രൂഫില്ലാത്ത കഥകളാണ്. പക്ഷെ ഇത്രത്തോളം നോളജ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊന്നും പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണിത്. സയൻസിൻ്റെ വശത്തോട് നോക്കുമ്പോൾ സയൻസ് പറയുന്നത് അന്നത്തെ ഈജിപ്തികൾക്ക് ആസ്ട്രോണമി, ജോമെട്രി, ലേബർ കോർഡിനേഷൻ എന്നിവയിൽ അഗാധമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ട്രൂ നോർത്തിനെ കൃത്യമായി കണ്ടെത്താനും അതിനടിസ്ഥാനമാക്കി പിരമിഡിൻ്റെ സ്ട്രക്ചർ അലൈൻ ചെയ്യാനും കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേഷൻ ഒന്നുമല്ല, മറിച്ച് മനുഷ്യ ബുദ്ധിശക്തിക്കുള്ള ഒരു ആദരമാണ്. അതിനങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്.